ഒക്ടോബർ 15 28-ാം ആഴ്ചയിലെ ബുധനാഴ്ച. ലൂക്ക 11:42 മുതൽ 46 വരെ വാക്യങ്ങൾ. ഒരിക്കൽ ഒരു മനുഷ്യൻ വിചിത്രമായൊരു സ്വപ്നം കണ്ടു. ഒരു ദൂതൻ അയാളെ ഒരു ഞായറാഴ്ച ആരാധന ചടങ്ങിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഓർഗനിസ്റ്റ് ഓർഗൻ വായിക്കുന്നു. അതിൻ്റെ കീസ് മുകളിലേക്കും താഴേക്കും ഓടുന്നു. പക്ഷേ ഓർഗനിൽ നിന്ന് സംഗീതം വരുന്നില്ല. ഗായക സംഘം പാടുന്നു. അവരുടെ വായ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നു. പക്ഷേ ഒരു പാട്ടും കേൾക്കുന്നില്ല. സഭാനിവാസികൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ചുണ്ടുകൾ ചലിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും കേൾക്കാൻ കഴിയുന്നില്ല. ആ മനുഷ്യൻ ദൂതൻ്റെ നേരെ തിരിഞ്ഞു ചോദിച്ചു, എന്തുകൊണ്ടാണ് നമുക്ക് ഒന്നും കേൾക്കാൻ സാധിക്കാത്തത്? ദൂതൻ മറുപടി പറഞ്ഞു, അവിടെ എല്ലാവരും ഓരോന്ന് ചെയ്യുന്നുണ്ട്, പക്ഷെ യഥാർത്ഥ ആരാധനയില്ല. അതുകൊണ്ടാണ് നമുക്കൊന്നും കേൾക്കാൻ കഴിയാത്തത്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ഫരിസേയരോട് രൂക്ഷമായി പറയുന്നു, ഫരിസേയരെ, നിങ്ങൾക്കയ്യോ കഷ്ടം! നിങ്ങൾ പുതിനയുടെയും റൂഹയുടെയും ദശാംശം നൽകുന്നു, പക്ഷേ നിങ്ങൾ ന്യായവിധിക്കും ദൈവസ്നേഹത്തിനും ശ്രദ്ധ നൽകുന്നില്ല. എത്ര ശക്തമായ വാക്കുകൾ! പിന്നീട് അവിടുന്ന് പറയുന്നു, സിനഗോഗുകളിൽ മാന്യസ്ഥാനങ്ങളും ചന്തസ്ഥലത്ത് ആദരവും നിങ്ങൾ ആസ്വദിക്കുന്നു. കാണാത്ത ശവക്കുഴികളോട് അവൻ അവരെ ഉപമിക്കുന്നു. തുടർന്ന് അവൻ നിയമപണ്ഡിതരോട് പറഞ്ഞു, നിയമപണ്ഡിതരെ, നിങ്ങൾക്കയ്യോ കഷ്ടം! നിങ്ങൾ ബുദ്ധിമുട്ടുള്ളതും പ്രയാസകരമായ ഭാരം ആളുകളുടെ മേൽ ചുമത്തുന്നു, എന്നാൽ അത് ഒരു വിരൽ കൊണ്ടുപോലും നിങ്ങൾ ഉയർത്താൻ സഹായിക്കുന്നില്ല. നിയമപണ്ഡിതർ അവർ ചുമക്കാൻ പ്രയാസമുള്ള ഭാരങ്ങൾ ആളുകളുടെ മേൽ കയറ്റി. തോറയിലില്ലാത്ത നിരവധി കടമകൾ അവർ കൂട്ടിച്ചേർത്തു. ഉദാഹരണത്തിന്, സാബത്തിൽ ചെയ്യാൻ കഴിയാത്ത 39 കാര്യങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കി. ദൈവഹിതം പാലിക്കാൻ ആളുകൾ ന്യായപ്രമാണം അവർ 613 കൽപ്പനകളിൽ ക്രമീകരിച്ചു. എന്നാൽ മത്തായിയുടെ സുവിശേഷം 11:30 ഇതിന് വിപരീതമായി യേശു പറയുന്നു, തൻ്റെ നുകം എടുക്കാൻ എളുപ്പമാണ്, അതിൻ്റെ ഭാരം കുറവാണ്. ശാസ്ത്രിമാർ ആളുകളുടെ മേൽ ഭാരങ്ങൾ ചുമത്തുന്നു, പക്ഷേ യേശുവിൻ്റെ നുകവും ഭാരവും എളുപ്പവും ഭാരം കുറഞ്ഞതുമാണ്. കാരണം യേശുവിൻ്റെ നുകം യേശുവുമായുള്ള സൗഹൃദമാണ്. അവനോടൊപ്പം സമയം ചെലവഴിക്കുന്നതാണ്. അവൻ്റെ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുന്നതാണ്. യേശുവിൻ്റെ ഭാരം യേശുവുമായുള്ള സൗഹൃദമാണ്. അത് മറ്റുള്ളവരുമായി പങ്കിടാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഫരിസേയർക്ക് ബഹുമാനത്തിൻ്റെയും ആശംസകളുടെയും സിംഹാസനം ഇഷ്ടമായിരുന്നു. എന്നാൽ യേശുവാകട്ടെ മറ്റുള്ളവരെ സ്നേഹിച്ചു. ശാസ്ത്രിമാർ ആളുകളുടെ മേൽ ഭാരങ്ങൾ ചുമത്തി. എന്നാൽ യേശുവിൻ്റെ ഭാരം ജനങ്ങളുടെ ഭാരം ലഘൂകരിച്ച സൗഹൃദമായിരുന്നു. ഇന്ന് തിരുസഭ 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സ്പാനിഷ് കന്യാസ്ത്രീയായ ആവിലയിലെ വിശുദ്ധ തെരേസയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. ദൈവത്തോടുള്ള ആഴമായ സ്നേഹത്തിനും കാർമലൈറ്റ് നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിനുമുള്ള അവളുടെ പ്രവർത്തനത്തിന്
തെരേസ അറിയപ്പെടുന്നു. കന്യാസ്ത്രീകൾ കൂടുതൽ ലളിതമായി ജീവിക്കാനും പ്രാർത്ഥനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും തെരേസ ആഗ്രഹിച്ചു. ഇത് അവരെ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ സഹായിക്കുമെന്ന് അവർ വിശ്വസിച്ചു. ദൈവത്തെക്കുറിച്ചുള്ള നിരവധി നിഗൂഢ അനുഭവങ്ങളും തെരേസയ്ക്കുണ്ടായിരുന്നു. പ്രാർത്ഥനയെക്കുറിച്ചും ദൈവത്തോട് എങ്ങനെ അടുക്കാം എന്നതിനെക്കുറിച്ചും നിരവധി പുസ്തകങ്ങൾ അവർ എഴുതി. അതിലെ പ്രശസ്തമായൊരു പുസ്തകമാണ് ദ ഇൻറ്റീരിയർ കാസിൽ. തെരേസയുടെ രചനകൾ ഇന്നും ആളുകളെ പ്രാർത്ഥനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശത്തിൽ വിശ്വസിക്കാനും പ്രചോദിപ്പിക്കുന്നു. തെരേസ 1622 അവർ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെടുകയും പിന്നീട് സഭ ഡോക്ടറായി സഭ പ്രഖ്യാപിക്കുകയും ചെയ്തു. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം ബാംഗ്ലൂർ.